ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹോണ്ട ആക്റ്റീവയുടെ എഞ്ചിനാണത്. നിലവിൽ നമുക്ക് എഞ്ചിൻ സൗണ്ടായിട്ട് വന്നേറുന്നതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു വണ്ടിക്ക് മുമ്പ് എപ്പോഴോ ഓയിൽ തീർന്ന വണ്ടി ഓടിയേക്കണതാണ്. ഇപ്പം നമ്മൾ വന്നപ്പോൾ അഴിച്ചു നോക്കി, അതിനകത്ത് എഞ്ചിൻ ഓയിൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഓയിൽ തീർന്ന് ഓടി പിസ്റ്റൺ പിടിച്ചേക്കണതാണ്. ഞാൻ അയക്കണേക്കാളും തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം അതിൻ്റെ ഉള്ളിലത്തെ അവസ്ഥ ഇതാണ്. പിസ്റ്റൺ സിലിണ്ടറിൻ്റെ ഉള്ളിൽ ഉരുകി പിടിച്ചാണ് ഈ കാണുന്നത് കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്ക്രാച്ചസ് വന്നിട്ടുണ്ട്. ഫുള്ള് സ്റ്റക്കായില്ല. അതുകൊണ്ടാണ് നമുക്ക് ഇപ്പോഴും ഓടിക്കാൻ പറ്റിക്കൊണ്ടിരുന്നത്. അതിൻ്റെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ സിലിണ്ടറിൻ്റെ ഉള്ളിൽ പിസ്റ്റൺ പിടിച്ചാണ് ഈ കാണുന്നത് കേട്ടോ. നല്ല രീതിയിൽ ഉരുകി പിടിച്ചിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റാന്ന് പറഞ്ഞാൽ ക്രാങ്കും സിലിണ്ടർ പിസ്റ്റൺ കിറ്റായിട്ട് നമുക്ക് കിട്ടും. അത് മേടിച്ച് മാറ്റി കളയാമെന്നുള്ളതാണ്. പിന്നെ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും വന്ന വേറെ കംപ്ലയിൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ക്രാങ്ക് ഷാഫ്റ്റ് കംപ്ലയിൻറ്റ് വരാറുണ്ട്. അതേപോലെ തന്നെ വാൽവ്, അതേപോലെ റോക്കറാം, ക്യാം ഷാഫ്റ്റ്, ഇതൊക്കെയാണ് വേറെ കംപ്ലയിൻറ്റ് വന്ന ഭാഗങ്ങൾ. അപ്പോൾ ക്യാം ഷാഫ്റ്റും റോക്കറാമയും ഡയറക്റ്റ് സ്ക്രാച്ചസ് കാര്യങ്ങൾ വന്നിട്ടില്ല. പക്ഷേ അതിൻ്റെ ഈ രണ്ട് സൈഡിൽ വരുന്ന ബെയറിങ്, ഈ ചെറിയ ബെയറിങ് ശരിക്കും കംപ്ലയിൻറ്റ് കാണിച്ച് നല്ലോണം ടൈറ്റായി തുടങ്ങിയിട്ടുണ്ട്. ഈ വലിയ ബെയറിങ്ങിനും ഇപ്പോഴേ ചെറുതായിട്ട് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. കാരണം ഇതൊക്കെ വളരെ സെൻസിറ്റീവായിട്ട് വന്ന ഭാഗങ്ങളാണ്. ലൂബ്രിക്കേഷൻസ് ഓയിലില്ലാണ്ട് വരുമ്പോൾ പെട്ടെന്ന് ചൂടായിക്കഴിഞ്ഞാൽ ആ ഭാഗം പെട്ടെന്ന് കംപ്ലയിൻറ്റ് വരികയും ചെയ്യും. പെട്ടെന്ന് പഴുക്കുന്ന രീതിയിലേക്ക് ആവും ഇത്. അങ്ങനെയാണ് ഡാമേജ് വരാം. പിന്നെ സാധാരണ രീതിയിൽ ക്രാങ്ക് ഷാഫ്റ്റും കൂടി വരാറുണ്ട്. അപ്പോൾ ഇതിന് നിലവിൽ അങ്ങനത്തെ ഒരു പ്രോബ്ലം കാണുന്നില്ല. അപ്പോൾ നമുക്ക് പിസ്റ്റൺ മാത്രം അഴിച്ചതിൽ മാറ്റാം. ഫുള്ളായിട്ട് അഴിക്കണമെന്നില്ല. നമുക്ക് ആ സിലിണ്ടർ പിസ്റ്റണിൻ്റെ ഭാഗമാണ് നമുക്ക് റിപ്പയർ ചെയ്യേണ്ടി വരാം കേട്ടോ. അപ്പോൾ സിലിണ്ടർ പിസ്റ്റൺ കിറ്റേപ്പാടി മാറ്റിയിടുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതായത് കമ്പനി ഐറ്റം കിട്ടും, പിസ്റ്റണും സിലിണ്ടറും പിസ്റ്റൺ പിന്നൊക്കെ കൂടിയിട്ട് റിങ്സ് ഓടിയിട്ട് അത് മാറ്റി റീസെറ്റ് ചെയ്ത് കയറ്റാം. പിന്നെ നമുക്ക് ഈ ഹെഡിൻ്റെ ഭാഗം വരുന്നത് നമുക്ക് ലെയ്ത്തിൽ കൊടുത്ത് ചെയ്യേണ്ടി വന്ന് ഓർക്കാം. അതായത് ഓവർ ഹീറ്റിംഗ് വന്നു കഴിയുമ്പോൾ ഫസ്റ്റ് കംപ്ലയിൻറ്റ് വന്നത് എക്സോസ്റ്റ് വാൽവ് പോവും, അതിൻ്റെ ഗൈഡും കംപ്ലയിൻറ്റ് വരും. അതിൻ്റെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ കറക്റ്റ് അതിൻ്റെ ലക്ഷണങ്ങൾ നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ അത് നമുക്ക് രണ്ട് വാൽവും മാറ്റിയിട്ട് അതിൻ്റെ ഗൈഡും മാറ്റി സീറ്റ് ചെയ്തെടുക്കണം. അത് പുറമെ ലെയ്ത്തിൽ ചെയ്യേണ്ട വർക്കാം. അത് ലെയ്ത്തിലേക്ക് വിടുന്ന സമയത്ത് കൂട്ടത്തിക്കൂടെ തന്നെ നമുക്ക് ക്യാം ഷാഫ്റ്റും കൂടി കൊടുക്കാം. അതിൻ്റെ രണ്ട് സൈഡിൽ വരുന്ന ബെയറിങ് മാത്രമായിട്ട് നമുക്കത് മാറ്റി കിട്ടും. അപ്പോൾ അതും ആ രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ സിലിണ്ടർ മാറ്റി, വാൽവ് സീറ്റ് ചെയ്ത്, വാൽവ് ഗൈഡ് മാറ്റി, അതേപോലെ ക്യാം ഷാഫ്റ്റിൻ്റെ രണ്ട് സൈഡ് ബെയറിങ്ങും മാറ്റി ചെയ്യുമ്പോൾ എത്ര വരും എന്നുള്ള കേസ് നോക്കിയിട്ട് അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഞാൻ നോക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇടാം. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്യണം. അതേപോലെ തന്നെ നമ്മൾ വണ്ടി വർക്കിൽ കയറ്റിയപ്പോൾ ക്ലച്ചിൻ്റെ ഭാഗം കൂടി നമ്മൾ ചെക്ക് ചെയ്ത് വിടുന്നുണ്ട്. ക്ലച്ചിൻ്റെ ഭാഗം ചെക്ക് ചെയ്യുമ്പോൾ അതിനകത്ത് തന്നെ വേരിയേറ്റർ ബോഡി എന്ന് പറയുന്ന ഈ ഒരു വീല് കംപ്ലൈൻ്റ് ആണ്. ആരംഭമാണ് കേട്ടോ. ഇപ്പോഴത്തെ ഈ എൻജിൻ സൗണ്ടുമായിട്ട് ഇതിന് ബന്ധമില്ല. പക്ഷേ ഇത് കൈയോടെ ചെയ്ത് പോയില്ലെങ്കിൽ എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ ഈ ഭാഗത്തേക്ക് വീലിൻ്റെ കംപ്ലയിൻറ്റ് ഈ പ്ലേ കാണിച്ച് തുടങ്ങിയതുകൊണ്ട് തന്നെ ഇനി പെട്ടെന്നായിരിക്കും അതിൻ്റെ കംപ്ലയിൻറ്റ്സ് വരാം. അങ്ങനെ കൂടുതൽ കംപ്ലയിൻറ്റിലേക്ക് വരുമ്പോഴത്തേക്കും ഈ വീല് ഡാമേജ് വന്ന അതിൻ്റെ ഉള്ളിൽ ക്ലച്ചിൽ വന്ന ഭാഗങ്ങൾ കംപ്ലയിൻറ്റ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നമുക്ക് എൻജിൻ്റെ ഭാഗം ഈ ഭാഗം നമ്മൾ ചെയ്തു വലിയ താമസമില്ലാണ്ട് ക്ലച്ചിൻ്റെ ഭാഗത്ത് പണി വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കൊരു ഒരു അസ്വസ്ഥതയായിരിക്കും. അപ്പോൾ അതും കൂടി കൂട്ടത്തിക്കൂടെ ചെയ്തു പോകണതാണ് ബെറ്റർ. മാറ്റുമ്പോൾ ഈ രണ്ട് വീല് മാറ്റിയിടാം. അതേപോലെ തന്നെ ഈ ഭാഗത്ത് വരുന്നൊരു ബുഷ് പീസെറ്റ് സ്ലൈഡ് എന്നാണ് പറയണതിന്, അതും ഓൾറെഡി നല്ല രീതിയിൽ ഈ ഒരു അവസ്ഥയിലേക്ക് പൊട്ടി തുടങ്ങിയായിരുന്നു. അപ്പോൾ അതും കൂടി കൂട്ടത്തിക്കൂടെ നമുക്ക് മാറ്റിയിട്ട് വേണം റീസെറ്റ് ചെയ്യാനായിട്ട്. പിന്നെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നമ്മൾ നോക്കി. ബെൽറ്റ് ഇതുമ്പോൾ കിടക്കണ ബെൽറ്റ് ഒറിജിനൽ ബെൽറ്റ് അല്ല, ഡ്യൂപ്ലിക്കേറ്റ് ആണ്. അത് തന്നെ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ സെൻറ്റർ ഭാഗമൊക്കെ പൊട്ടിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ അത് ചില ഭാഗങ്ങൾ ഈ സൈഡൊക്കെ ഉണ്ട്, ഈ സൈഡൊക്കെ വിണ്ടു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കൂട്ടത്തിക്കൂടെ ആ ഒരൊറ്റ ചിലവിൽ നമുക്ക് ഇതും കൂടി മാറ്റി വിടുകയാണെങ്കിൽ ലേബർ ചാർജൊക്കെ ഒരൊറ്റ ലേബറിൽ ഈ പറഞ്ഞ പണിയൊക്കെ അതിനകത്ത് കഴിഞ്ഞ് പോയിക്കോളൂ കേട്ടോ, എൻജിൻ സംബന്ധമായിട്ടുള്ള വർക്കുകൾ. പിന്നെ നമുക്ക് ബാക്ക് ബ്രേക്ക് ലൈൻഡറൊക്കെ ഫുള്ള് തീർന്നൊക്കെ അതുണ്ടോ, ബ്രേക്ക് ലൈൻഡർ തീർന്നിട്ട് ഫുൾ ജാമായ ഒരു അവസ്ഥയിലാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട ദിവസം എന്ന് വെച്ചാൽ ഞാനപ്പോൾ എൻജിനുമായി ബന്ധപ്പെട്ട വർക്കിൻ്റെ ഒരു കംപ്ലയിൻറ്റ്സ് ഒരു ഡീറ്റെയിൽസ് ഞാൻ തരാം. അതായത് സിലിണ്ടർ, പിസ്റ്റൺ, ഈ പറഞ്ഞ ഭാഗങ്ങൾ ഉൾപ്പെടുത്തി ക്ലച്ചിൽ വരുന്ന ഈ വീല്, അതിൻ്റെ ബുഷ്, അതേപോലെ ബെൽറ്റ് അടക്കം ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു എസ്റ്റിമേറ്റ് ഞാൻ പറയാം. അതിനകത്ത് നമ്മൾ ചെയ്യുമ്പോൾ എഞ്ചിൻ്റെ പാർട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ബ്രേക്സും കൂടി അതിനകത്ത് ഞാൻ ഉൾപ്പെടുത്താം. അത്രയും ഭാഗം ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു എസ്റ്റിമേറ്റ് ഞാൻ തരാം. അപ്പോൾ അത് നമ്മൾ ഫസ്റ്റ് നോക്കി അത് ക്ലിയർ ചെയ്തതിന് ശേഷം നമുക്ക് വേണം ബാക്കിത്തെ സർവീസുമായി ബന്ധപ്പെട്ട വർക്കുകൾ നോക്കാനായിട്ട്. അതായത് ഫ്രണ്ട് ബുഷ് സെറ്റൊക്കെ പോയി കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാം കൂടി ഒരൊറ്റ ടൈമിൽ നമുക്ക് അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ആക്കാൻ പറ്റില്ല. കാരണം എൻജിൻ ഭാഗം കറക്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഓടിച്ച് നോക്കിയിട്ട് ബാക്കിത്തെ ഭാഗം കൂടി നോക്കി അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് അഡീഷണലായിട്ട് ഞാൻ ഡീറ്റെയിൽസ് തരാം. അങ്ങനെയാണ് നമുക്ക് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. എന്തായാലും നാളെ രാവിലെയാണ് നമ്മൾ ഡീറ്റെയിൽസ് തന്നെ. അപ്പോൾ അത് കണ്ടിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി. ഞാനിപ്പോൾ ഇന്ന് വീഡിയോ ഒന്ന് അയച്ചു തരാം, അപ്പോൾ ഒന്ന് കണ്ടേക്കാം. എന്നിട്ട് എസ്റ്റിമേറ്റ് ഡീറ്റെയിൽസൊക്കെ ഇനിയിപ്പോൾ കുറച്ച് വൈകി നമ്മൾ. അപ്പോൾ അതുകൊണ്ട് നാളെ രാവിലെ ഒരു 10 മണിക്ക് മുമ്പായിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ വാട്സാപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്തിട്ടേക്കാം.
കൂട്ടത്തിൽ കൂടെ നമുക്ക് ഇപ്പോൾ ഇത് ചെയ്യുമ്പോൾ ആ കൂട്ടത്തിൽ നമുക്ക് കാർബറേറ്ററൊക്കെ ക്ലീൻ ചെയ്ത് വിടും കേട്ടോ. കാർബറേറ്റർ ക്ലീൻ ചെയ്യും, അതേപോലെ തന്നെ എയർ ഫിൽറ്ററൊക്കെ നോക്കിയിട്ട് മോശമാണെങ്കിൽ എയർ ഫിൽറ്റർ മാറ്റിയിടും. അപ്പോൾ ആ എഞ്ചിൻ്റെ ആ ഭാഗം ക്ലിയർ ചെയ്ത് വിടും നമ്മൾ കേട്ടോ. പിന്നെ എഞ്ചിൻ ഓയിലിനകത്ത് കിടക്കുന്നുണ്ട്, ഓയിൽ ലെവലൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ ഈ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ആ എഞ്ചിൻ ഓയിലും കൂടി മാറ്റിയിട്ട് പുതിയ എഞ്ചിൻ ഓയിലാണ് നമ്മളത് ഫില്ല് ചെയ്ത് തരാം കേട്ടോ. കാരണം നമുക്കത് ഇത്രയും ചെയ്യുമ്പോൾ അത് 1 ഇയർ വാറണ്ടിയിലാണ് നമ്മൾ ചെയ്യണേ. കറക്റ്റ് നമ്മൾ പറയുന്ന സർവീസിൻ്റെ അതേ രീതിയിൽ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് വാറണ്ടി 1 വർഷത്തിനുള്ളിൽ നമുക്ക് കംപ്ലയിൻറ്റ് എന്തെങ്കിലും വന്നാൽ നമുക്കത് റെഡിയാക്കി കിട്ടും. അതായത് നമ്മൾ ചെയ്യുന്ന ആ ബില്ലിലുള്ള പാർട്സുകളുടെ ഡാമേജ് ആണെങ്കിൽ, ഇപ്പോൾ നമ്മൾ മാറ്റുന്ന ഭാഗങ്ങൾ മാറ്റുന്ന പാർട്സുകളുടെ ഡാമേജാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അത് ബില്ലിലുള്ള ഐറ്റംസ് ആയിരിക്കണം നമ്മൾ കംപ്ലയിൻറ്റ് വരുന്നത്. അതിന് 1 വർഷം വാറണ്ടി നമുക്ക് ഓൾറെഡി നിലവിൽ കിട്ടും. അത് കറക്റ്റായിട്ട് നമുക്ക് അതിൻ്റെ സർവീസ് ഡീറ്റെയിൽസൊക്കെ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. അതും പ്രകാരം ചെയ്യുകയാണെങ്കിൽ കംപ്ലയിൻറ്റ്സ് ഇല്ലാണ്ട് നമുക്ക് പരമാവധി നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഡീറ്റെയിൽസ് ഞാൻ വാട്സാപ്പിലേക്ക് നാളെ ഷെയർ ചെയ്തിടാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ കേട്ടോ, എഞ്ചിനുമായി ബന്ധപ്പെട്ട വർക്കിൻ്റെ ഡീറ്റെയിൽസ്. സർവീസുമായി ബന്ധപ്പെട്ട് ഞാൻ ബാക്കിയത്തെ വർക്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് ഓടിച്ച് നോക്കിയിട്ട് ബാക്കിയത്തെ കംപ്ലയിൻറ്റ്സിൻ്റെ ഡീറ്റെയിൽസ് ആക്കാനായിട്ട് പറ്റുള്ളൂ. അതായത് ഫ്രണ്ട് ബുഷ് കാര്യങ്ങളൊക്കെ പോയി കിടക്കുന്നുണ്ട്, ഫ്രണ്ട് ബ്രേക്കിൻ്റെ കംപ്ലയിൻറ്റ്സ് ഉണ്ട്, അങ്ങനെ 1-2 കംപ്ലയിൻറ്റ്സ് വേറെ ഉണ്ട്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അത് ഓടിച്ച് നോക്കിയിട്ട് അതിൻ്റെ എസ്റ്റിമേറ്റ് അഡീഷണൽ ആയിട്ട് പറയാം. ഓക്കെ.